400 കോടി രൂപ ചെലവിട്ട് ഗേജ് മാറ്റി 160 കോടി രൂപ ചെലവിട്ട് വൈദ്യുതീകരണവും പൂർത്തിയാക്കി. എന്നിട്ടും ആവശ്യത്തിന് ട്രെയിൻ ഇല്ലാത്തതിനാൽ ദുരിതത്തിലാണ് പാലക്കാട് പൊള്ളാച്ചി പാതയിലെ ട്രെയിൻ യാത്രക്കാർ. പകൽ സമയങ്ങളിൽ പാതയിലെ ഒരു സ്റ്റേഷനിലും ട്രെയിനുകൾ നിർത്താറില്ല. പാസഞ്ചറുകൾ ഉൾപ്പെടെ കൂടുതൽ സർവീസുകൾ വേണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ സമരം ചെയ്തിട്ടും കേന്ദ്ര സർക്കാർ യാതൊരു പരിഹാരവും നടപടിയും എടുത്തിട്ടില്ല. പാലക്കാട് പൊള്ളാച്ചി പാതയിൽ മീറ്റർ ഗേജായിരുന്ന കാലത്ത് 5 സെറ്റോളം പാസഞ്ചർ ട്രെയിനുകൾ ദിവസവും സർവീസ് നടത്തിയിരുന്നു. ഇന്ന് മീറ്റർ ഗേജ് മാറി പാലക്കാട് പൊള്ളാച്ചി പാത ബ്രോഡ് ഗേജായി. പഴയ പാസഞ്ചറുകൾക്കൊപ്പം പാതയിൽ കൂടുതൽ ട്രെയിനുകൾ എത്തുമെന്നായിരുന്നു യാത്രക്കാർ കരുതിയിരുന്നത്. എന്നാൽ നിലവിൽ ആകെ 3 ട്രെയിനുകൾ മാത്രമാണ് പാലക്കാട് പൊള്ളാച്ചി പാതയിൽ സർവീസ് നടത്തുന്നത്. പാലക്കാട് ടൗൺ റെയിൽവേ സ്റ്റേഷൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. പ്രത്യേകിച്ചും ഈ പഴനി മധുര വണ്ടികൾ, രാമേശ്വരം വരെ പല വണ്ടികളും നീട്ടിയെന്ന് പറയപ്പെടുന്നു. വർക്കുകളൊന്നും തീർന്നിട്ടില്ല എന്നാണ് നമ്മുടെ അറിവ്. അറ്റ്ലീസ്റ്റ് രാമനാഥപുരം വരെയെങ്കിലും വണ്ടി ഓടാനുള്ള സാഹചര്യം ഉണ്ടാക്കണം റെയിൽവേ. വർക്ക് നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഡേ ടൈമിൽ നിലവിൽ മുമ്പ് ഒരു 15 വർഷം മീറ്റർ ഗേജ് ആയ സമയത്ത് 6-7 വണ്ടികൾ ഉണ്ടായിരുന്നതാണ്. നിലവിലിപ്പോൾ ഒരു വണ്ടിയില്ലാത്ത അവസ്ഥയാണ്. പുതുനഗരം, കൊല്ലങ്കോട്, മുതലമട, മീനാക്ഷിപുരം, ആനമലൈ തുടങ്ങി 5 സ്റ്റേഷനുകൾ ഉണ്ട് പാലക്കാടിനും പൊള്ളാച്ചിക്കുമിടയിൽ. ബ്രോഡ് ഗേജാക്കി മാറിയതിൽ പിന്നെ പകൽ സമയത്ത് ഒരു ട്രെയിൻ പോലും ഈ സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടില്ല. തിരുവനന്തപുരത്ത് നിന്നും മധുരയിലേക്ക് സർവീസ് നടത്തുന്ന അമൃത എക്സ്പ്രസ്, പാലക്കാട് നിന്നും തൃച്ചെന്തൂരിലേക്ക് സർവീസ് നടത്തുന്ന തൃച്ചെന്തൂർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾ പുലർച്ചെ തന്നെ പാലക്കാട് പൊള്ളാച്ചി പാതയിലൂടെ കടന്നുപോകും. തിരിച്ചുള്ള സർവീസ് ആകട്ടെ രാത്രിയിലും. പകൽ സമയത്താണെങ്കിലും ദീർഘദൂര സർവീസ് ആയതിനാൽ പാലക്കാട് ചെന്നൈ സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിന് പാതയിൽ ഒരു സ്റ്റേഷനിലും സ്റ്റോപ്പില്ല. മുൻപുണ്ടായിരുന്ന പാസഞ്ചറുകൾ ഉൾപ്പെടെ അനുവദിച്ച് പാതയിലെ യാത്രാ ദുരിതം അകറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയുടെ നേർസാക്ഷ്യമാണ് പാലക്കാട് പൊള്ളാച്ചി റെയിൽപാതയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ക്യാമറമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സച്ചിൻ വള്ളിക്കാട്, കൈരളി ന്യൂസ്, പാലക്കാട്.